എല്ലാ പ്രോട്ടോകോളുകളും കാറ്റിൽ പകർത്തിക്കൊണ്ട് ചില ഇടപെടലുകൾ ആ മേഖലയിലെ സ്വാധീനമുള്ള ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ നോട്ടീസിൽ 100% പ്രോട്ടോകോൾ അനുസരിച്ചു. അപ്പോൾ ഇതിൻ്റെ സബ് ജില്ല എന്ന് പറയുമ്പോൾ ഏകദേശം 7 പഞ്ചായത്തുകൾ ആദ്യം വഹിക്കുന്ന പഞ്ചായത്ത് മംഗൽവാടി പഞ്ചായത്തിൻ്റെ അധീനതയിൽ നടക്കുമ്പോൾ സംഘാടന സമിതി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രസിഡന്റാണ് ചെയർമാനായിട്ട് വന്നിട്ടുള്ളത് പരിപാടി. അപ്പോൾ അങ്ങനെ ചെയർമാനായിട്ട് വരുമ്പോൾ തൊട്ടടുത്തുള്ള മഞ്ചേശ്വരത്തിനെയും ഓർക്കാടിനെയും ബീജയും കൈവോലിനെയും നെന്മകരെയും കുട്ടിയെയും ഒക്കെ ഉൾപ്പെടുത്തി കുമ്പലിൽ 4-5 സ്കൂളുകളിൽ കുമ്പ പഞ്ചായത്തിനടക്കം ഉൾപ്പെടുത്തി ഇതിൻ്റെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട രാജ്കുമാർ മുന്നിട്ടാണ് ഉദ്ഘാടന സമാപന സമ്മേളനം. അപ്പോൾ ആ സമയത്ത് കണ്ടാൽ മനസ്സിലാവും മഞ്ചേശ്വരത്തിൻ്റെ പ്രസിഡന്റിന് ബീജ, ഓർക്കാട്, കൈവോലിയെ, കുത്തിയെ, കുമ്പള, നെന്മകര്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരാളെ പോലും എനിക്കാലും പറയാനുണ്ടായ കാരണം ജില്ലാ സ്പോർട്സ് മീറ്റ് ഒളിമ്പിക് മീറ്റ് വെച്ച സമയത്ത് ഞങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്തിൽ ഭൂരിഭാഗം ആളുകൾ വിഭാഗിക്കാണ്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും നടത്താതെ എല്ലാ പാർട്ടിയിലുള്ള ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നോട്ടീസ് ഉദ്ഘാടനത്തിന്റെയും സമാപനത്തിന്റെയും നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ 4 ദിവസം ആ പരിപാടി ആ സ്കൂളിന്റെ പരിസരത്ത് ഉണ്ടാകണം. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തത്, സംഘാടന സമിതിയുടെ ഭാഗത്ത് നിന്ന് വേണ്ടിയ റൂമുകൾ വേണമെങ്കിൽ അത് മുൻകൂട്ടി പറഞ്ഞാൽ അതിനുള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്തു തരാം. അതിന് വേറെ പ്രത്യേക ടെൻറ്റ് വേണമെങ്കിൽ അതും ചെയ്തു തരാം. പക്ഷെ ഇപ്രാവശ്യം ആധുനിക കാലഘട്ടത്തിൽ എല്ലാ ടെക്നോളജികളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയ ഇത് ലൈവായി ഈ പരിപാടികളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, പോയിന്റുകളൊക്കെ ലൈവായി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പളയിൽ എനിക്കറിയാം നിർദ്ദേശപ്പെട്ട 2-3 സ്ക്രീനുകൾ, ആ സ്ക്രീനിൽ കുട്ടികളുടെ സ്കൂളുകളുടെ പോയിന്റുകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കുന്നു. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ എല്ലാ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവമാണ് ഇപ്രാവശ്യത്തെ മംഗൽവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവം. അതൊരു ചരിത്ര സംഭവമാകും. അത് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. വാർത്തകൾ പരമാവധി കൊടുക്കണം. നമ്മുടെ കുട്ടികൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അങ്കണി മുതൽ സ്കൂളിലെ കുട്ടി എല്ലാ കാഴ്ച പരിമിതികളും മറികടന്നുകൊണ്ടാണ് 100 റേസിംഗ് 100 മീറ്റർ റേസിംഗ് സ്റ്റേറ്റിൽ സ്വർണ്ണ മെഡൽ നേടി. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇനിയുമുണ്ട്. നിങ്ങളുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടികളെ ഒരു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാം. ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടി എല്ലാവിധ ഞങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ അവസാന സമാപന പരിപാടി 21-ാം തീയതി വിദ്യാർത്ഥികൾ, PTA മെമ്പർമാര്, വ്യവസായികൾ എല്ലാ മംഗൽവാടി നടക്കുന്ന ഈ കലോത്സവത്തിൽ എല്ലാ വ്യക്തികളും പങ്കുചേർന്നുകൊണ്ട് ഈ കലോത്സവം ഏറ്റവും വിജയകരമാക്കി തീർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സപ്തഭാഷ കലോത്സവം നവംബർ 18 മുതൽ 21 വരെയാണ് മംഗൽവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. സബ് ജില്ലാ പരിധിയിൽ 95 സ്കൂളിൽ നിന്ന് 8000-ഓളം കുട്ടികളാണ് പരിപാടി പങ്കെടുക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ, AJAP, ഗോവി സ്കൂൾ എന്നിങ്ങനെയുള്ള സ്കൂളുകളാണ് നമ്മൾ സ്റ്റേജ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്കി ഏകദേശം എല്ലാ കാര്യങ്ങളും ഫിനാൻസിലായാലും ബാക്കി എല്ലാ കാര്യങ്ങളും സബ് ജില്ലാ കലോത്സവം പ്രസിഡന്റ് പറഞ്ഞതുപോലെ മംഗൽവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വരുന്ന 18, 19, 20, 21 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. 19-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇതിനു വേണ്ടി രൂപീകരിച്ച സംഘാടക സമിതി ചെയർമാൻ മംഗൽവാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട റുബീന നൗഫലാണ് ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ. മഞ്ചേശ്വരത്തിൻ്റെ പ്രിയപ്പെട്ട MLA KM അഷ്റഫ് അതിന് ഉദ്ഘാടകനാണ്. അതിൻ്റെ സ്വാഗത പ്രഭാഷണം നടത്തുന്നത് കൺവീനർ
സെക്കൻഡറി സ്കൂളിൻ്റെ ശ്രീകുമാർ മാഷാണ്. മറ്റു ജനപ്രതിനിധികളും നമ്മുടെ നാട്ടിലെ വിശിഷ്ട അതിഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്. ഈ ഒരു സബ് ജില്ലയുടെ പ്രത്യേകത, മുണ്ടൽപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സബ് ജില്ല ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള എല്ലാ സ്കൂളുകളെയും ഈ കലോത്സവത്തിന്റെ ഭാഗമാക്കി ഇതാ ചുറ്റളവിലുള്ള 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു നാടിന്റെ ഒരു ഉത്സവമായിട്ടാണ് ഇതിന്റെ സംഘാടകർ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് പ്രസിദ്ധമായ ഐല ടെമ്പിൾ, ആ ടെമ്പിളിന്റെ ഓഡിറ്റോറിയം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ബോയ്സ് സ്കൂളിന്റെ 3 സ്റ്റേജുകളാണ് ആ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. മലയാള മീഡിയം സ്കൂളിന്റെ സ്റ്റേജ്, അതുപോലെ ലയൺസ് ക്ലബ്ബ്, സാംസ്കാരിക സംഘടനയായ ലയൺസ് ക്ലബിന്റെ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അകത്തും ഒരു സ്റ്റേജ്, മെയിൻ സ്റ്റേജ് സ്കൂളിന്റെ കോമ്പൗണ്ട് അകത്താണ്. അങ്ങനെ ആ ചുറ്റളവിലുള്ള എല്ലാ സ്കൂളുകളെയും സാംസ്കാരിക ഓഡിറ്റോറിയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അതോടൊപ്പം ഇതിന്റെ ഭാഗമായി ഒരുപാട് സബ് കമ്മിറ്റികളുണ്ട്. എനിക്ക് വളരെ